സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒക്കൂമോ കൊമോഡോ സ്പിന്നിങ് റോഡാണ്. നമുക്ക് ഒക്കൂമോ കൊമോഡോയുടെ ബൈറ്റ് കാഷിംഗ് റീൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ബൈറ്റ് കാഷിംഗ് റോഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൻ്റെ സ്പിന്നിങ് സീരീസ് റോഡാണ്. ഒത്തിരി പ്രത്യേകതയുള്ള റോഡാട്ടോ ഒക്കൂമോ കൊമോഡോ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് തിങ്, ഒരു പ്രീമിയം റേഞ്ചിൽ വളരെ ലൈറ്റ് വെയ്റ്റിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സോട് കൂടി അല്ലെങ്കിൽ മെറ്റീരിയൽ ഉപയോഗിച്ച് വരുന്ന റോഡാണ് ഒക്കൂമോ കൊമോഡോ എന്ന് പറയുന്നത്. വണ്ടർഫുൾ റോഡ്. ശരിക്കും ഈ ഒരു കൊമോഡോ സീരീസ് ഒക്കുമ്പോൾ ഓസ്ട്രേലിയൻ മാർക്കറ്റിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊരു ഓഫ് ഷോർ ഫിഷിങ്ങിന് വേണ്ടി, ഒരു ലേറ്റ് ഓഫ് ഷോർ ഫിഷിങ്ങിന് വേണ്ടി, അത് നിങ്ങൾ ബോട്ടിലൊക്കെ പോയി മീൻ പിടിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈവൻ ഷോറിലായാലും വേണ്ടിയില്ല, ഒരു ഓഫ് ഷോർ ഫിഷിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പിന്നിങ് റോഡാണ്. പക്ഷേ നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് കണ്ടില്ല, ഇതേപോലെ നല്ല രസകരമായ ഒരു കവറിലാണ് വരുന്നത്. പോപ്പിംഗ് റോഡുകൾ വരുന്ന പോലെ ഒരു ബഡ് ജോയിൻ റോഡാണ്. ഇതൊരു പോപ്പിംഗ് റോഡല്ല, സ്പിന്നിങ് മോഡൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ലൈറ്റ് പോപ്പിങ്ങിനും അതുപോലെ തന്നെ ഓഫ് ഷോർ ഗെയിമിനും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് രണ്ട് മോഡൽ വരുന്നുണ്ട്. 7.6 ഫീറ്റിലാണ്. 7.6 ഫീറ്റിൽ ഹെവി റോഡ് വരുന്നുണ്ട്. ഹെവി റോഡിന് നമുക്ക് ലൈൻ കപ്പാസിറ്റി വരുന്നത് 30 LB, മാക്സിമം ലൈൻ കപ്പാസിറ്റിയും 56 ഗ്രാം കാസ്റ്റിങ്ങിലാണ് വരുന്നത്. നമുക്ക് ആകെ 180 ഗ്രാം റോഡിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ 56 ഗ്രാം കാസ്റ്റിങ്ങിൽ. പിന്നീട് അടുത്തൊരു മോഡൽ വരുന്നത് കൊമോഡോയുടെ 7.6 ഫീറ്റിൽ എക്സ്ട്രാ ഹെവി റോഡ് 195 ഗ്രാം, വെറും 195 ഗ്രാമിൽ നമുക്ക് 113 ഗ്രാം വരെ കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. 40 LB ആണ് മാക്സിമം ലൈൻ കപ്പാസിറ്റി പറയുന്നത്. പിന്നീട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബ്ലാങ്ക് തൊറേ കാർബൺ, ജപ്പാനീസ് തൊറേ കാർബൺ ബ്ലാങ്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലൈറ്റ് വെയിറ്റ്. നമ്മൾ 113 ഗ്രാം കാസ്റ്റിംഗുള്ള റോഡിൻ്റെ വെയിറ്റ് ആകെ 195 ഗ്രാം മാത്രമാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള തൊറേ കാർബണിൻ്റെ ബ്ലാങ്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് ഈ റോഡിൻ്റെ റീൽ സിറ്റിലോട്ട് വരുമ്പോൾ, ഈ റോഡ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒക്കൂമയുടെ സ്പെഷ്യൽ ഡിസൈൻ ആയിട്ടുള്ള കാർബൺ റീൽ സെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, വിത്ത് ഫ്യുജിയുടെ കോമ്പണൻറ്റോട് കൂടിയിട്ടുള്ള, ഫ്യുജിയുടെ ലോക്കോട് കൂടിയിട്ടുള്ള കാർബൺ റീൽ സെറ്റ് വിത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള കാർബൺ ഒരു ഗ്രിപ്പോട് കൂടിയുള്ള റീൽ സെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ ഹൈ ഡെൻസിറ്റി EVA ഗ്രിപ്പ് ബോട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിത് പ്രൈസ് പോയിന്റ് വരുമ്പം 7.62 ഹെവി റോഡിന് വരുന്നത് 8,200 റുപ്പീസും 762 എക്സ്ട്രാ ഹെവി റോഡിന് വരുന്നത് 8,500 റുപ്പീസുമാണ്. അടിപൊളി റോഡ്. നിങ്ങളുടെ ലൈറ്റ് പോപ്പിങ്ങിന് അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ഷോർ ഗെയിമിന് പറ്റിയിട്ടുള്ള സീ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു US കമ്പനിയുടെ, വളരെ ഫേമസ് ആയിട്ടുള്ള US കമ്പനിയുടെ ഗൈഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഗൈഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ സിർക്കോണിയ ഗൈഡ് ഇൻസേർട്ടുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിർക്കോണിയ ഗൈഡ് ഇൻസേർട്ടിൻ്റെ പ്രത്യേകത, നമുക്ക് ലൈന് ചൂടായിട്ടോ അല്ലെങ്കിൽ ഒരഞ്ഞിട്ടോ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ വരാത്ത ഗൈഡ് ഇൻസേർട്ടാണ്. പിന്നീട് ഉപയോഗിച്ചിട്ടുള്ള ഗൈഡിൻ്റെ ഫ്രെയിം ആണെങ്കിലും കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാൾട്ട് വാട്ടർ യൂസിന് വേണ്ടിയുള്ള മറൈൻ എക്യുപ്മെൻറ്റ്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രെയിമുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്കൊരു സാൾട്ട് വാട്ടർ ആംഗ്ലേഴ്സിനുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, തൊറേ കാർബൺ ബ്ലാങ്കിൻ്റെ പ്രത്യേകത നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വെയിറ്റ് ആണ്. വെറും 195 ഗ്രാം വെയിറ്റിലാണ് നമുക്ക് 113 ഗ്രാം കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബഡ് ജോയിൻ്റ് റോഡ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. താങ്ക് യു.